ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്നിട്ട് നമ്മുടെ റെസിപ്പി അവലും ശർക്കരയും വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയൊന്നും മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. അതിനായിട്ട് ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ശർക്കര ഒന്ന് പൊടിച്ചെടുത്താൽ ഏകദേശം 1 കപ്പോളം ഉണ്ടാകും. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും സെയിം അളവിൽ വേണം എടുക്കാനായിട്ട്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഈ ഒരു ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ശർക്കരയൊക്കെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിക്കാക്കിയിട്ട് കട്ടിയാക്കി എടുക്കണമെന്നില്ല. ശർക്കര ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതിയാകും. ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിൽ വേണമെങ്കിലും അളന്നെടുക്കാം. ഞാനിവിടെ വെള്ള അവലാണ് എടുത്ത് നല്ല തിന്നായിട്ടുള്ള അവലുണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ബ്രൗൺ അവലായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതിയാകും. നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. തീ ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. അവൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കുറച്ച് കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഈ ഒരു തേങ്ങൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ ഡ്രൈ ആയിട്ട് ഈ അവലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. തേങ്ങൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിയിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. അവലിൻ്റെ കളർ ഒരിക്കലും മാറിയിട്ട് വരരുത്. ഈ ഒരു കളറിൽ വേണം കിട്ടാനായിട്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇത് ഈ ചൂടിൽ കിടന്നാൽ ചിലപ്പോൾ ഇതിൻ്റെ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ട് വന്നാലേ നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അവൽ വറക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി തീ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് നിലക്കടല ചേർത്ത് കൊടുക്കാം. പീനട്ട് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് തീ ഏറ്റവും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ വറക്കാത്തതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വറുത്ത കടലയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. ഇത് വറക്കാത്തതായതുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് വറുത്തിട്ടെടുക്കാം. കടലയൊക്കെ നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഉള്ളൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവലൊക്കെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിവിടെ നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പൊടിഞ്ഞ് കിട്ടുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാകുള്ളൂ. ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പീനട്ടൊക്കെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തോലിയൊക്കെ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഊതി കൊടുത്താൽ പെട്ടെന്ന് ഇതിന് തൊലിയൊക്കെ പോയിട്ട് കിട്ടും. ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതും അവൽ പൊടിച്ചെടുത്ത് അതേ രീതിയിലൊന്ന് പൊടിച്ചിട്ടെടുക്കാം. പിന്നെ ഇത് ഒരുപാട് സമയം ഇട്ടിട്ട് പൊടിച്ചെടുക്കരുത്. നിർത്തിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ തരികളോട് കൂടിയിട്ട് വേണം പൊടിക്കാനായിട്ട്. ഒത്തിരി സമയം ഇത് മിക്സിയിലിട്ട് കറക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതവിടെ ഇരിക്കട്ടെ.
ഇനി കടലയും അവലൊക്കെ വറക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സെയിം പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി തീ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവൽ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഏറ്റവും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു കടലയും കൂടെ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നല്ല പോലെ ഡ്രൈ ആയിട്ട് വരും. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നിടത്തോളം ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങും കേട്ടോ. ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ വേണം കിട്ടാൻ. ഈ ഒരു രീതിയിൽ നല്ല പോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കടലെണ്ണ പൊടിച്ചെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ ബദാം ചേർക്കാം, അല്ലെങ്കിൽ ഉണക്കമുന്തിരിയും ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. കാരണം ഈ ഒരു കടലത്തെ എണ്ണ ഇങ്ങനെ ചൂടായി തുടങ്ങുന്നിടത്തോളം ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ. നല്ല പോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ടൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതിവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണ മരുന്നിൻ്റെ ടിന്നിൻ്റെ ഒരു അടപ്പുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ഒരു ബോൾസ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഷേപ്പിൽ കിട്ടും. അപ്പോൾ കുട്ടികൾ കഴിക്കാനും ഇഷ്ടമുണ്ടാകും, പിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലഡുവിൻ്റെ രീതിയിൽ ഷേപ്പാക്കി എടുക്കുകയും ചെയ്യാം. സൈഡൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കൊട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അതിന് വിട്ടിട്ട് വരും കേട്ടോ. പ്രത്യേകിച്ച് എണ്ണയും നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ല. ഈ ഒരളവ് വെച്ചിട്ട് ഏകദേശം ഒരു 25 എണ്ണത്തോളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ്. കടയിൽ നിന്നൊക്കെ ഒരുപാടൊക്കെ റേറ്റ് കൊടുത്തിട്ട് സ്വീറ്റ് വാങ്ങിക്കണേക്കാണ് നല്ലത് കുട്ടികൾക്ക് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമ്മളിതിലേക്ക് പീനട്ടൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല പ്രോട്ടീനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണിത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.